എടാ കിച്ചു, സോഹം വന്നിട്ടില്ലേ? ഇല്ല. പിന്നെ നീ നിന്റെ ഇഷ്ടം കൊണ്ട് അവന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതെന്താ? അവന് ഈ ലവിലൊന്നും ഒരു താല്പര്യമില്ല. നോ പ്രോബ്ലം, അവന് താല്പര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. നീ അവന്റെ കയ്യിൽ നിന്ന് എരുന്ന് വാങ്ങാൻ നിക്കണ്ട. എന്താടാ പ്രശ്നം? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, വൈകാതെ ഉണ്ടാവും. എന്താ മനസ്സിലായില്ല? ആ ടിയ സോഹന ഒന്ന് അന്വേഷിച്ചതാ. അവൾക്ക് ഭ്രാന്താണോടാ? അവൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് താല്പര്യമില്ലെന്ന്. ആ, ഇനി കിട്ടുമ്പോ വാങ്ങിക്കോളൂ. എന്താണ് രണ്ടും കൂടെ ഒരു ചർച്ച? ആ, എന്റെ പൊന്നു ഋഷ, നീ ഇതെവിടെയായിരുന്നു? വന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ തരയ്യ. സോറി അളിയ, ലിയ വിളിച്ചു, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. ആ, ബെസ്റ്റ്. അല്ല കിച്ചു, നീ ആ അച്ചായൻ പയ്യന്റെ പിറകെ ആണെന്നാണല്ലോ കേട്ടെ. ഏതച്ചായൻ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, പുതിയ ബാച്ചിലർ ചേർക്കാൻ വന്നിട്ടുണ്ട്. എന്തായിരുന്നു പേര്? ഗുളികയോ മരുന്നാ? ഗുള്ളിക്ക്. ആ, നല്ല പേര്. എന്നിട്ട് എന്തായി? നീ ഒക്കെ നോക്കിക്കോ, ഞാൻ അവനെ കൊണ്ട് യെസ് പറയിപ്പിക്കും. അല്ല, ഇത് തന്നെയല്ല നീ കഴിഞ്ഞ ദിവസം പറഞ്ഞേ. അത് പിന്നെ അവന് കുറച്ച് ടൈം കൊടുക്കണ്ടേ? തടി കേടാകാതെ നോക്കിക്കോ. ആ, അത് ഞാൻ നോക്കിക്കോളാം. എടാ, സോഹൻ എവിടെ? അവൻ വേറെ പോയി. കർത്താവേ, ഇവൻ ഈ ക്ലാസ് ടൈമിലേക്ക് എന്തിന്റെ അസുഖവന്? അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടാ? എന്റെ കർത്താവേ, ഇനി ഇന്നെന്തൊക്കെ ഗുലുമാലാണ് അവൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്? അതെന്താ സൗണ്ട്? ആരാടാ ചർച്ച വിഷയം? ഞാനാണോ? പറയടക്കിച്ചുട്ടാ. സോഹ വന്നേ, ഞാൻ നിന്നെ ലൈബ്രറി കൊണ്ടാക്കാം. ഈ അവസ്ഥയില് നീ ക്ലാസ്സിൽ കയറിയ ശരിയാവില്ല. എടാ, നിങ്ങൾ വിട്ടോ, ഞാനേ ഇവനെ കൊണ്ടേ ആക്കിയിട്ട് വരാം. അതിന്റെ ഒരു ആവശ്യമില്ല കിച്ചുട്ടാ. എനിക്കൊരു തെണ്ടിന്റെ മക്കളെയും ഹെൽപ്പ് ആവശ്യമില്ല. സോഹന എത്ര പെക്കടിച്ചാലും സ്ട്രോങ്. ആ കാലൊന്ന് മര്യാദക്ക് തറ വെച്ചിട്ട് പറ. നീ പാട പന്ന കടയാ സോഹാ. കിച്ചുട്ടാ, മൂക്കറ്റം കുടിച്ച് വന്നതും പോലെ പന്നി ഇനി ബഹളം വെച്ച് ആളെ കൂട്ടുവോ? കിച്ചുട്ടാ, നാലിട്ട് വയ്യ, ഇങ്ങ വന്നേ നീ. എന്റെ പൊന്നു സോഹ, ഒന്ന് മര്യാദക്ക് നടക്കട, എനിക്ക് പിടിച്ചിട്ട് കിട്ടണല്ല. ഓടാ പന്ന കൊച്ചെ, എനിക്ക് ഒരു പന്നിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. സോഹൻ ഒറ്റക്ക് നടക്കും. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്ന് സൗണ്ട് ഉണ്ടാക്കൊണ്ടിരിക്കേ. എനിക്കൊരു ചെട്ടേനെയും പേടിയില്ല. കർത്താവ്, ഇതിന്റെ വായ ഞാൻ വന്നൊക്കെ തിരികെ വെക്കും. എങ്ങോട്ട് വന്നേ നീ? സോഹ, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. കിട്ടുന്ന വാട മോണ്ടാ നിൽക്കണ്ട. ഫ്ലാറ്റിൽ അമ്മച്ചിയുണ്ട്, ആ കാര്യം എല്ലാവർക്കും ഓർമ്മ വേണം. അമ്മച്ചി നമ്മുടെ മുത്തല്ലേടാ. ആ, 4 കാലിൽ നീ അങ്ങ് കയറി ചെന്ന് നോക്ക്, അപ്പൊ നിനക്ക് കാണാം അമ്മച്ചിയുടെ ഭദ്രകാളി രൂപം. നോ പ്രോബ്ലം. അമ്മച്ചിയെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന കാര്യമൊക്കെ ഞാനേറ്റ്. എല്ലാവരുടെ അടുത്ത് കളിക്കുന്ന പോലെ അമ്മച്ചിയോട് കളിക്കാൻ പറ്റുന്നുള്ള നിന്റെ മോഹം അങ്ങ് ഉപ്പിലിട്ട് വെക്കി. ചോദ്യം ഉണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. ചൂലും കെട്ട്, ഒലക്ക, കുക്കർ, ഇതൊക്കെയായിരിക്കും നിന്നോട് മറുപടി അറിയുന്നത്. സോഹ മതി, നീ പാടാന്നറി. മതി സോഹ, വന്നേ. ഞാൻ ഇനി നിന്റെ കൂടെ മേലാ വരില്ല. ആ, അവനൊന്ന് മോന്തണോന്ന് പറഞ്ഞ ആദ്യം ചാടത്തിൽ പോകുന്ന നീ ആയിരിക്കും. നീ അവനെങ്ങനെ വഷളാക്കി വെച്ചേ? ഒന്ന് നിർത്തി 2 ഒഴിയടാ പട്ടികളെ. അരെ പൊന്നു സോഹ, ആൾക്കാര് നോക്കുന്നു. അമ്മച്ചി, അമ്മച്ചി! അയ്യോ ദൈവമേ, നാറിക്കോളാക്കുമല്ലോ. എന്തിനാടാ കിടന്ന് വളർന്നേ? അല്ല, എന്താ നിങ്ങളെല്ലാം ലേറ്റ് ആയേ? അമ്മച്ചി, നാറിയിട്ട് വയ്യ. നീ കുടിച്ചിട്ടുണ്ടോടാ? ഞാൻ മാത്രല്ല, ഇവന്മാരെല്ലാം കുടിച്ചിട്ടുണ്ട് അമ്മച്ചി. ആ, തൊലിഞ്ഞു. മാനം കെട്ട പന്നകളെ, നിങ്ങൾക്ക് ഇതാണല്ലേ ഇവിടെ പരിപാടി? അമ്മച്ചി, അങ്ങനല്ല. മാറിയിക്കടാ, നാറിയിട്ട് വയ്യ മനുഷ്യന്. മൂപ്പളമയില്ലാത്ത തെണ്ടികള് വെളിയില് ഇവിടെ കിടന്നാ മതി. നിങ്ങളൊക്കെ ഒരൊറ്റ ഇങ്ങോട്ട് കയറിപ്പോരുത്. അമ്മച്ചി, അന്നേ പറഞ്ഞതാ തെക്കേന ശാന്ത, നിന്റെ മകന്റെ പോക്ക് ശരിയല്ലെന്ന്. ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കർത്താവേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കേ? എടാ ആദം, ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാമോന്ന് അറിഞ്ഞൂടാ.
നിന്റെ അമ്മച്ചി പണ്ടത്തെ നാടകക്കാരി അല്ലായിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, കണ്ണുനീരൊന്നും വരാണ്ട് എത്ര അടിപൊളിയായിട്ടാണ് കരഞ്ഞ് ആക്ട് ചെയ്തത്. ഓ, ആ സ്ഥാനത്ത് അവന്റെ ഒരു അണ്ടി ഡയലോഗ്. എന്താ അണ്ടിയാടാ കിച്ചുട്ട? കാശുവണ്ടി എന്താ 2 കിലോ എടുക്കട്ടെ? നിന്റെ അപ്പനും ഉണ്ട് കൊണ്ട് അവൻ അണ്ടിയും വിൽക്കാൻ നടക്കുക. എന്ത് വിറ്റിട്ട് നീ മെച്ചപ്പെടുന്നില്ലടാ കിച്ചുട്ട. ഇതെന്താ ഭാഷ? അത് കിച്ചുവിനോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്താണ് ഇപ്പൊ അവൻ പറഞ്ഞേ? ഒന്നുമില്ല, മര്യാദക്ക് പറഞ്ഞു. അവൻ നിന്നെ എന്തോ പറഞ്ഞേ. ഞാൻ എന്ത് വിറ്റിട്ടും ഒരു മെച്ചം ഇല്ലല്ലോ എന്ന് അവൻ പറഞ്ഞേ. ആ, ചെറുക്കന് തലയില്ലല്ലോ, തലച്ചോറുണ്ട്. ഓ, എന്ത് കൊതുവാടാ ഇവിടെ. ഈ പന്ന ചെറുക്കനെല്ലാം നശിപ്പിച്ചേ. ആരാടാ പന്ന ചെറുക്കൻ? അയ്യോ, ഇതല്ലായിരുന്നു ഓഫായത്. ഇനി രണ്ടും കൂടെ കിടന്ന് അടികൂടണ്ട. എന്തായാലും എല്ലാം പുറത്തായി. ഇനി ഇതൊക്കെ സഹിച്ചങ്ങ് കിടക്കുക. ഹായ് സോഹ. ഇവിടെ ഇരുന്ന് വാങ്ങും. എന്താ? അത് സോഹ, ഞാൻ അസൈൻമെന്റ് എടുക്കാൻ മറന്നുപോയി. ഇന്നാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണമെന്നാ പറയുന്നേ. നിന്റെ കയ്യില് വണ്ടി ഉണ്ടല്ലോ, എന്നെ ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോവോ? കിച്ചു ഇതാക്കി ഇവിടെ എവിടാന്ന് വെച്ചാ കൊണ്ടുപോകും. എന്റെ ഐഡിയാസ് ഒന്നും വർക്ക് ആവുന്നില്ലല്ലോ. വരുന്നുണ്ടോ അതോ? ഇല്ല കിച്ചു, ഞാൻ നാളെ എങ്ങനെ കാണിച്ചോളാം. ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ. ഇന്നലത്തെ പോലെ അല്ലല്ലോടാ, കിളി പോലത്തെ പെൺകൊച്ചുങ്ങളെ ഒന്നും കാണാനില്ലല്ലോ. പെൺകൊച്ചില്ല, ഒരു ആൺകൊച്ചുണ്ട്. ഇത് അങ്ങോട്ട് നോക്കിയാ നീ. ആഹാ, ഇവനെ കാണുമ്പോ ഒരു മാതിരി തോന്നുന്നുണ്ടല്ലോടാ. ഡാക്ക ഒന്നും വന്നേ. നീ എന്താടാ മുഖത്ത് നോക്കാത്തെ? അയ്യേ, ഇതെന്താടാ ഒരുമാതിരി പേടിച്ച് കറച്ചോണ്ട്. ഇനി ഇവ മറ്റേതെങ്ങാനും. എന്നതായാലും നല്ല ഷേപ്പ്, കാണാനും കൊള്ളാം. എടാ, നീ മറ്റേതാങ്ങളേർക്ക? എന്താടാ ആർഷിക്ക അവിടെ? ഏയ്, ഒന്നുമില്ലടാ സഹ, ഞങ്ങൾ ചുമ്മാ. നിങ്ങക്ക് വേറെ വല്ല പണിയുണ്ടെങ്കിൽ അത് പോയി നോക്കാം, അല്ലെങ്കിൽ പണി ഞാൻ തരാം. ഏയ് വേണ്ടടാ, ഞങ്ങൾക്ക് ലൈബ്രറി പോയിട്ട് കുറച്ച് ബുക്ക് നോക്കാനുണ്ട്. ശരിയെങ്കിൽ പിന്നെ കാണാം. നീ ഏതാ? ഞാൻ ന്യൂ അഡ്മിഷനാ. എന്നിട്ട് എന്തിനാ ഈ ഭാഗത്തോട്ട് വന്നേ? അത് ഇന്നെനിക്ക് ഫസ്റ്റ് ഡേ, എനിക്ക് ക്ലാസ് അറിഞ്ഞൂടാ. വാ, ഞാൻ ആ ഭാഗത്തോട്ടാ. പിന്നെ ഇങ്ങനെ ഓരോ റാക്കിംഗ് ഒക്കെ ഇവിടെ കാണും. അപ്പൊ ഇങ്ങനെ പേടിച്ച് തെറിച്ച് നിൽക്കാനെന്നാലേ അവരൊക്കെ തലയിൽ കയറും. മനസ്സിലായോ? താങ്ക്സ്. അവിടെ ആയിരിക്കും തന്നെ ക്ലാസ്. ഹലോ, എക്സ്ക്യൂസ് മീ. ആ, ഞാൻ ഗുലിക്. ഗുലിക് മാത്യു. ജസ്റ്റ് മൂവ്. ഞാൻ ഒന്നങ്ങോട്ട് കയറി ഇരുന്നോട്ടെ. ഇതെന്റെ സീറ്റാ. ഓ സോറി. ഹേ, എന്തിനു? ഞാൻ എന്തായാലും ഈ ബെഞ്ചിൽ ഒറ്റയ്ക്കാ. ഞാനിവിടെ ഇരുന്നു. താങ്ക് യു. അല്ല, തന്റെ പേരെന്തായിരുന്നു? നവിൻ. നൈസ് ടു മീറ്റ് യു. നിനക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയോ? അങ്ങനെ ചോദിച്ചാ ഞാൻ എല്ലാവരുടെ അടുത്തും ചാടി കയറി സംസാരിക്കുന്നൊരു ടൈപ്പാ. സോ ഒറ്റക്കാണെന്ന് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് ഫ്രണ്ട്സും ഇല്ല. എല്ലാവരും എനിക്ക് ഒരുപോലൊക്കെ തന്നെ. ഈ ക്ലാസ്സിലെ എല്ലാവരും എനിക്കറിയാം. ഓയ് നവീൻ, ഒന്നിങ്ങോട്ട് വന്നേ നീ. എന്താ അവിടെ നല്ല ഒന്നാന്തര അടി നടക്കുക? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, മിസ്സാക്കണ്ട. പെട്ടെന്ന് ചെന്നാ മുഴുവൻ കാണാം. വാ. നവിനെ വാ, അത് കഴിഞ്ഞു. ആ, അതാരാ? ആ, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. എന്തായാലും ഇവിടുത്തെ മെയിൻ ആണ്. പിന്നെ കോളേജിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിംഗറും. ഓ ആ, ഫ്രഷേഴ്സ് ഡേക്ക് ഇങ്ങേരുടെ ഒരു കിഡ്ലോസ്കി പെർഫോമൻസ് ഉണ്ടായിരുന്നു. കാണേണ്ടത് തന്നെയായിരുന്നു. അത് നിനക്ക് മിസ്സായല്ലേ? സാരമില്ല,
ആനുവൽ ഡേ ഒക്കെയല്ലേ വരുന്നേ. എടോ നവിനെ, താൻ എന്തേലൊക്കെ ഒന്ന് മൊഴി. ഞാൻ തന്നെ ഇങ്ങനെ കലപ്പിലാന്ന് പറഞ്ഞോണ്ടിരുന്നു. എനിക്ക് തന്നെ ബോറടിക്കുന്നു. ഞാൻ അങ്ങനെ ഇടിച്ചു കയറി സംസാരിക്കുന്ന ടൈപ്പല്ല. ഡോൺ വറി, 2 ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശരിയാക്കി എടുത്തോളാം. ബുക്ക് എടുക്കാനില്ലേ, നമുക്ക് ആദ്യം ലൈബ്രറി പോവാം, എന്നിട്ട് ക്ലാസ്സിൽ പോവാം. വാ. ആ കിച്ചു, നിന്റെ പയ്യൻ വരുന്നുണ്ടല്ലോടാ. ഈശ്വര, തേടിയ വള്ളി കാലെ ചുറ്റി. എടാ ഞാനിപ്പോ വരാം. ആ നീ പോയിട്ട് വാ. അപ്പോഴത്തേക്ക് ഞങ്ങൾ 2 പഞ്ഞിയും വെള്ളത്തുണിയൊക്കെ സെറ്റാക്കിട്ട് വെക്കാം. പോടാ പന്നി. ചോദിച്ച് വാങ്ങിച്ച സ്ഥിതിക്ക് എടുക്കാനുള്ള ബുക്ക് എടുക്ക്. ഹേ ചെല്ലോ, ഈ ഷൂമിഷിയായേ, ഈ കാട്ടുപൂച്ച ഇവിടെ ഉണ്ടായിരുന്ന? അതാരാ? പിന്നെ പറയാൻ ടൈമില്ല. ഓ ചെറുക്കം പാഞ്ഞു. എടാ ഒന്ന് നിക്കടാ, എനിക്ക് പഴയ പോലെ ഓടാൻ പറ്റില്ല. അത് നോക്കണ്ട, ഇവിടെ സ്ഥിര. ആ താൻ ബുക്ക് എടുക്കാൻ വന്നതല്ലേ? ആ അതെങ്ങനെ മനസ്സിലായി? ഞങ്ങളുടെ ഇവിടെയൊക്കെ ലൈബ്രറിയിലോട്ട് വരുന്നത് ബുക്ക് എടുക്കാനോ? ആ സോറി, ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാതെ ബുക്ക് എടുക്കാൻ പറ്റില്ല. ആ അത് ഞാൻ എടുത്തോളാം. താൻ പോവാണോ? ആ ബുക്ക് എടുത്തില്ലല്ലോ. അല്ല മെമ്പർഷിപ്പ്. ഓ പിന്നെ താൻ പാട്ട് പാടൂ? ഏയ് ഇല്ല. കണ്ടിട്ട് പാടുന്ന പോലെ ഉണ്ടല്ലോ. ഇല്ല ഞാൻ പാടില്ല. ഞാൻ പോവാ, ബൈ. இனி நீயும் நானும் ஒன்றாய் சென்றால் காதல் இறந்தெழுத்து